ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ എക്സൽ ടെക്സ്റ്റ് ബുക്കിൽ 10th ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ 7th GST നമ്മുടെ കഴിഞ്ഞു, സപ്ലൈ അണ്ടർ GST കഴിഞ്ഞു, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് കോമ്പോസിഷൻ സ്കീം കഴിഞ്ഞു. രജിസ്ട്രേഷനാണ് നമുക്ക് 10th ചാപ്റ്റർ എടുക്കാനുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ ഈ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് ഇല്ല, എടുത്തിട്ടില്ല. അത് ലാസ്റ്റ് ഒരു സെക്ഷൻ ആയിട്ട് കിടക്കണം കേട്ടോ. അത് ബ്രീഫ് ആയിട്ട് കുറച്ച് പോർഷനേ ഉള്ളൂ കേട്ടോ, എടുത്തുതരാം. ഓക്കെ, അടുത്തത് ടാക്സ്, ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആരാണ് ടാക്സിബിൾ പേഴ്സൺ അല്ലേ? ടാക്സ് അടയ്ക്കാൻ ലയബിളായ ആളെയാണ് ടാക്സിബിൾ പേഴ്സൺ എന്ന് പറയുക. നമ്മൾ ഇൻകം ടാക്സിൽ അസസി എന്ന് പറയാറില്ലേ? അസസി എന്ന് പറഞ്ഞാൽ ആരാ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വെരി ഗുഡ്. ഹു ഈസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് അല്ലെ? ടാക്സ് അടയ്ക്കാൻ ലയബിളായ വ്യക്തിനെയാണ് അസസി എന്ന് പറയുമെങ്കിൽ GSTയിൽ അസസി എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ എന്തെന്ന് വിളിക്കുക? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ടാക്സബിൾ പേഴ്സൺ മീൻസ് ഹു ഈസ് രജിസ്റ്റേർഡ് ഓർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or 24. A person not liable to be registered but has taken voluntary registration and got himself registered is also a taxable person. അതായത് ഇവിടെ പറയുന്നുണ്ട്, അതായത് ഒരു ടാക്സ് അല്ലെങ്കിൽ നമ്മൾ GST അടയ്ക്കാൻ ലയബിളായ വ്യക്തി അല്ലെങ്കിൽ GSTയിൽ രജിസ്റ്റർ ചെയ്ത ആളില്ല, രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുണ്ട് അല്ലെ? സെക്ഷൻ 22 or 24 പ്രകാരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ നമുക്ക് എന്ത് വിളിക്കാം? ടാക്സബിൾ പേഴ്സൺ വിളിക്കാം. ഇതിപ്പോൾ ആൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ലയബിൾ അല്ല ആൾ, പക്ഷെ അയാൾ എന്ത് ചെയ്തു? വളണ്ടറി രജിസ്റ്റർ ചെയ്തു. എന്താ വളണ്ടറി എന്ന് പറഞ്ഞാൽ? അല്ല, വളരെ സ്വമേധയാ. മനസ്സിലായ? അയാൾ GST രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ എന്ത് ചെയ്തു? സ്വമേധയാ അയാൾ എന്ത് ചെയ്തു? രജിസ്റ്റർ ചെയ്തു. അവരെ നമുക്ക് ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കാം കേട്ടോ. കണ്ടോ? ബട്ട് ഹാസ് ടേക്കൺ വളണ്ടർലി രജിസ്ട്രേഷൻ ആൻഡ് ഗോട്ട് ഹിംസെൽഫ് രജിസ്റ്റേർഡ്. അയാൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്തു. ഈസ് ഓൾസോ എ ടാക്സബിൾ പേഴ്സൺ. ക്ലിയർ ആയോ? അപ്പൊ ടാക്സബിൾ പേഴ്സൺ ആരാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ സെക്ഷൻ 22 or 24 പ്രകാരം GST രജിസ്റ്റർ ചെയ്ത ആളെയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ലയബിളായ ആളെയോ നമുക്ക് ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കാം. അതുമാത്രമല്ല, വളണ്ടറി രജിസ്റ്റർ ചെയ്ത ആളും ടാക്സബിൾ പേഴ്സൺ ആണ്. രജിസ്ട്രേഷൻ രണ്ട് തരത്തിലുണ്ട്. കമ്പൽസറി രജിസ്ട്രേഷൻ ഉണ്ട്, വളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷനെ നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായിട്ട്. ഏതൊക്കെയാ? കമ്പൽസറി ഉണ്ട്, വളണ്ടറി ഉണ്ട്. ഈ കമ്പൽസറിയിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. സെക്ഷൻ 22 ഉണ്ട്, 24 ഉണ്ട്. 22 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ലിമിറ്റിൻ്റെ ബേസിസിലുള്ളതാണ്. അതായത് ഒരാളുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ ATO ഇത്ര ലക്ഷത്തിൽ കൂടുതലായാൽ അയാൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായോ? കത്തിയോ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്, അതായത് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെയാണ് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുക. അപ്പോൾ ആ ത്രഷോൾഡ് ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പൽസറി ആയിട്ട് GST രജിസ്റ്റർ ചെയ്യേണ്ട അതിനെയാണ് കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 22 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സെക്ഷൻ 22 പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് കൃത്യമായിട്ട് ആ ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. പുതിയൊരു ഇതനുസരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. നോക്കി, ത്രഷോൾഡ് ലിമിറ്റ് നോക്കി. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര ഈ 4 സംസ്ഥാനങ്ങളിലെ ആളുകളാണെങ്കിൽ, ബിസിനസ്മാനോ അല്ലെങ്കിൽ ആളുകളോ ആണെങ്കിൽ 10 ലക്ഷം കൊടുത്തേക്ക് നോക്കി അല്ലേ? മ്യൂട്ട് ചെയ്യും കേട്ടോ, സൗണ്ട് ഡിസ്റ്റർബൻസ്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ അയാളുടെ ടേൺ ഓവർ വന്നാൽ അയാൾ കമ്പൽസറി ആയിട്ട് GST രജിസ്റ്റർ ചെയ്യണം. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? ഇനി അരുണാചൽ പ്രദേശ്, മേഘാലയ, പുതുച്ചേരി, സിക്കിം, തെലങ്കാന, ഉത്തരാഖണ്ഡൊക്കെ ആണെങ്കിലോ 20 ലക്ഷം രൂപയിൽ ഒരു വർഷത്തിൽ അയാളുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സപ്ലൈയും പെടില്ല. ടാക്സിബിൾ സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, ആൾ എന്തൊക്കെ അയാളുടെ പേരിൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 20 ലക്ഷം രൂപയിൽ കൂടുതലാണ് അയാളുടെ ടേൺ ഓവർ വരുന്നതെങ്കിൽ അയാൾ മസ്റ്റായിട്ടും സെക്ഷൻ 22 അനുസരിച്ച് മസ്റ്റായിട്ടും കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള 21 സ്റ്റേറ്റിൽ ഈ പറയുന്ന സ്റ്റേറ്റുകളല്ലാതെ ബാക്കിയുള്ള 21 സ്റ്റേറ്റും 5 യൂണിയൻ ടെറിട്ടറീസും 40 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ വന്നാൽ മസ്റ്റായിട്ടും GST രജിസ്റ്റർ ചെയ്യണം. ക്ലിയർ ആയോ? കത്തിയോ?
ഇതെല്ലാം പറഞ്ഞത് ഗുഡ്സിന്റെ കേസാണ്. ഇനി സർവീസസിന്റെ കേസ് ആണെങ്കിലോ അതിൽ ചെറിയ ത്രഷോൾഡ് ലിമിറ്റിന്റെ മാറ്റമുണ്ട്. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര 10 ലക്ഷം തന്നെയാണ്. ബാക്കിയുള്ള 27 സ്റ്റേറ്റിൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും 20 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സർവീസസിന്റെ ടേൺ ഓവർ വന്നാൽ അയാൾ മസ്റ്റായിട്ടും GST രജിസ്റ്റർ ചെയ്യണം. കത്തിയോ? സെറ്റായോ എല്ലാവർക്കും? സർവീസസിന്റെ കേസിൽ ഡിഫറെൻ്റാ. ഗുഡ്സിന്റെ പോലെയല്ല സർവീസസ്. സർവീസസിൽ നമുക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവർ, സർവീസിന് മൊത്തം ടേൺ ഓവർ നോക്കിയിട്ട് 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് അതൊക്കെ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളല്ലല്ലോ. അതാണ് ലിമിറ്റ് അവിടെ കുറച്ചേക്കണം. മനസ്സിലായോ? അപ്പോൾ ലിമിറ്റ് കുറച്ചില്ല, അവിടെ 20 ലക്ഷം തന്നെയാണെങ്കിൽ അവരാരും GST അടയ്ക്കൂല. കാരണം എന്താ? അത്ര ഡെവലപ്ഡ് അല്ല, അവർക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകളേ ഉള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപയിൽ വെച്ചാലാണ് ആരെങ്കിലും GST രജിസ്റ്റർ ചെയ്യുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ ആ സ്റ്റേറ്റിന് ഡിഫറെൻ്റ് ആയി കാണുന്നത് കേട്ടോ. മനസ്സിലായോ? പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത സംസ്ഥാനങ്ങളായതുകൊണ്ട് 20 ലക്ഷം ലിമിറ്റ് വെച്ചാലും ഒരുപാട് ആളുകൾ 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ വന്നാൽ മസ്റ്റായിട്ടും GSTയിൽ സെക്ഷൻ 22 പ്രകാരം രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ കേസാണ് നിങ്ങൾ കമ്പൽസറി രജിസ്ട്രേഷനിൽ പറയേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ സെക്ഷൻ 22 ക്ലിയർ ആയോ? ത്രഷോൾഡ് ലിമിറ്റിൻ്റെ ബേസിൽ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ബേസിസിൽ, ത്രഷോൾഡ് ലിമിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ GST രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് കമ്പൽസറി രജിസ്ട്രേഷൻ സെക്ഷൻ 22 പറയുന്നുണ്ട്. ഗുഡ്സ് ആണെങ്കിൽ എത്രയാണ്? 10 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട്, 40 ലക്ഷം ഉണ്ട്. അത് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സർവീസിൻ്റെ കേസിൽ ആകെ 2 കാറ്റഗറി ഉള്ളൂ, 10 ലക്ഷം, 20 ലക്ഷം. ക്ലിയർ ആയോ? സെക്ഷൻ 22 ക്ലിയർ ആയോ എല്ലാവർക്കും? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 22 എന്ന് പറഞ്ഞ കിടത്തിട്ടുണ്ട് ടേൺ ഓവറിൽ ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ പുതിയ കാണിച്ചത് കേട്ടോ. ഓക്കെ, അടുത്തത് സെക്ഷൻ 24. സെക്ഷൻ 24 എന്താ പറയണേ? ഇറസ്പെക്റ്റീവ് ഓഫ് ത്രഷോൾഡ് ലിമിറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ഇറസ്പെക്റ്റീവ് ഓഫ് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ ആർക്കെങ്കിലും? ചില ആളുകൾക്ക് ഈ ത്രഷോൾഡ് ലിമിറ്റ് ആവണമെന്നൊന്നുമില്ല. ചില ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? GSTയിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചില ആളുകളുണ്ട്. അതാരൊക്കെയാ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ത്രഷോൾഡ് ലിമിറ്റ് അവിടെ ബാധകമല്ല കേട്ടോ അത്ര ആളുകൾക്ക്. അതാരൊക്കെയാ നമുക്ക് നോക്കാം. നോക്കിക്കോ. ദേ പേഴ്സൺസ് നോട്ട് ലയബിൾ ആണ്. ദേ കമ്പൽസറി രജിസ്ട്രേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ത്രഷോൾഡ് ലിമിറ്റ് കേട്ടോ. സെക്ഷൻ 24 ആണ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ആരെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? ആർക്കും ഓർമ്മയില്ലേ? ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? കാഷ്വൽ ആർക്കും ഓർമ്മയില്ലേ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാന്ന്? വല്ലപ്പോഴും ഒക്കേഷണലി ബിസിനസ് ചെയ്യുന്ന ആള്. നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. അതന്നെ നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. അവർക്ക് എന്തില്ല? ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. വല്ലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? GST രജിസ്റ്റർ ചെയ്യണം. അവർക്ക് ഈ 10 ലക്ഷം 20 ലക്ഷം ആവാൻ നിൽക്കണ്ട. അവർ മസ്റ്റായിട്ട് GST രജിസ്റ്റർ ചെയ്യണം. ക്ലിയർ ആയോ? എത്തിയോ? ക്ലിയർ? അതുപോലെ പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് ആൻഡ് റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് എന്ന സാധാരണ RCM, അത് ഞാൻ പറഞ്ഞുതരാം. റിവേഴ്സ് ചാർജ് മെത്തേഡിൽ ടാക്സ് അടയ്ക്കേണ്ട ചില ആളുകളുണ്ട്. അവർ നിർബന്ധമായിട്ട് GSTയിൽ രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായോ? അതുപോലെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇല്ലേ? ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആരൊക്കെയാ? ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, അവർ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഓണേഴ്സ് ഉണ്ടല്ലോ. അവരെല്ലാം മസ്റ്റായിട്ടും ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്ത ടാക്സ് അടയ്ക്കേണ്ട ആളുകളുണ്ട് അല്ലേ? ഇത് നോക്കിയപ്പോൾ നമുക്കറിയാം, വല്ലപ്പോഴും ഇങ്ങനെ ബിസിനസ് അങ്ങോട്ട് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, വരുന്നു, അങ്ങനെ നോൺ റെസിഡൻ്റ് ആയ ആളുകളുണ്ട്. അവർ നിർബന്ധമായിട്ട് GST രജിസ്റ്റർ ചെയ്യണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ഇൻപുട്ട് ISD എന്ന് പറയുക. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ടേഴ്സാണത് കേട്ടോ. അവർ നിർബന്ധമായിട്ട് ഇതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻപുട്ടുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവർ ISD എന്ന് ഷോർട്ടാക്കി പറയാറുണ്ട്. അവർ നിർബന്ധമായിട്ട് GST രജിസ്റ്റർ ചെയ്യണം. അതുപോലെ സച്ച് അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ നിർബന്ധമായിട്ടും ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവർ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ന ആളുകളാണെന്ന് അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ നിർബന്ധമായിട്ടും GSTയിൽ എന്ത് ചെയ്യണം? അവിടെ ത്രഷോൾഡ് ലിമിറ്റ് നോക്കൂല, മസ്റ്റായിട്ട് അവർ GST രജിസ്റ്റർ ചെയ്യണം. കത്തിയോ?
അപ്പോൾ നമ്മൾ GST രജിസ്ട്രേഷനിൽ 2 പറഞ്ഞു. ഏതൊക്കെയാ? കമ്പൽസറിയിൽ തന്നെ 2 ഉണ്ട്. ഏതൊക്കെയാ? സെക്ഷൻ 22-ഉം 24-ഉം. 22-ൽ എന്താ പറയണത്? ത്രഷോൾഡ് ലിമിറ്റ് അടിസ്ഥാനത്തിൽ. ത്രഷോൾഡ് ലിമിറ്റ് അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. 24 ത്രഷോൾഡ് ലിമിറ്റ് അടിസ്ഥാനത്തിലല്ല, മസ്റ്റായിട്ടും GST രജിസ്റ്റർ ചെയ്യേണ്ട ചില ആളുകളുണ്ട്. അതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ്. അടുത്തത് ഒരു 20, നിങ്ങളൊരു 20 സെക്ഷനിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ്. 22, 24, 25. ഇതിൽ ഏതാണ് ഇല്ലാത്തത്? 22 കഴിഞ്ഞാൽ 23 ഇല്ല. അപ്പോൾ 23 എന്തായിരിക്കും? 23 ഇതാണ്, പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ചില ആളുകൾ GSTയിൽ എങ്ങനെ ടേൺ ഓവർ വന്നാലും എന്ത് ചെയ്യണ്ട? രജിസ്റ്റർ ചെയ്യണ്ട. മനസ്സിലായോ? ചില ആളുകൾ എന്ത് ചെയ്യണ്ട? എങ്ങനത്തെ ആളുകളാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്യും. അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 3 പേരാണ്. ഒന്ന്, എനി പേഴ്സൺ എൻഗേജ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ദാറ്റ് ആർ നോട്ട് ലയബിൾ ടു പേ ടാക്സ്. അതായത് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന ചില കാറ്റഗറി ഓഫ് ഗുഡ്സ് ഉണ്ട് അല്ലേ? ടാക്സ് ഒന്നും അടയ്ക്കാത്ത ചില സാധനങ്ങളില്ലേ? അതൊക്കെ ടാക്സ് അടയ്ക്കേ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? GST രജിസ്റ്റർ ചെയ്യണോ? വേണോ? എന്താ? Any person engaged exclusively in the business of supplying goods or services or both that are not liable to pay tax. അതായത് ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില ഐറ്റംസ്, ചില ഗുഡ്സോ ചില സർവീസസോ GSTയുടെ അണ്ടറിൽ വരാത്ത ചില സാധനങ്ങളില്ലേ മോനെ? അത് എന്ത് ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒക്കേഷണൽ എക്സ്ക്ലൂസീവ്ലി ബിസിനസ് സപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അവർ ടാക്സ് അടയ്ക്കണ്ടല്ലോ. കാരണം ആ ഒരു ഗുഡും ആ ഒരു സർവീസസും അണ്ടർ ദ GST അല്ലല്ലോ അത്. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യണ്ട? GST രജിസ്റ്റർ ചെയ്യണ്ട. 2, an അഗ്രികൾച്ചറിസ്റ്റ്. ആരാ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കൃഷിയുമായി ബന്ധപ്പെട്ടത്. ഈ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? കൃഷിന്ന് കിട്ടുന്ന ഇൻകത്തിന് ഇൻകം ടാക്സിൽ എന്ത് അടയ്ക്കണ്ട? GSTയിലാണെങ്കിലോ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പൈസ ചെലവാക്കിയാലും അതിന് എന്തും അടയ്ക്കണ്ട? GST അടയ്ക്കണ്ട. കാരണം അത് എന്തിനാന്ന് പറയാൻ അങ്ങനെ ചെയ്ത് വെച്ചാണ് ഗവൺമെന്റ്? കൃഷി ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ? ചില ആളുകൾ വെറുതെ സ്ഥലം മേടിച്ചിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചില ഇതുകൾ കാണിക്കും ഇൻകത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അഗ്രികൾച്ചറിസ്റ്റ് എന്തടയ്ക്കണ്ട? GST രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാരില്ല. The persons making interstate supplies of a taxable service and having aggregate turnover not exceeding the threshold limit. അത് ഓൾറെഡി നമുക്ക് അറിയാലോ. ത്രഷോൾഡ് ലിമിറ്റിൽ താഴെ വരുന്ന ആൾക്കാർ അടയ്ക്കേണ്ട കാര്യമുണ്ടോ? വേണോ? വേണ്ട. അപ്പോൾ അവരും പെടില്ല. അതുപോലെ the persons making interstate supplies of certain notified goods like handicraft goods. എന്താ handicraft goods എന്നൊക്കെ പറഞ്ഞാൽ? അത് ഏകദേശം കൃഷിയുമായൊക്കെ ബന്ധപ്പെട്ടതാണ്, അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഹാൻഡിക്രാഫ്റ്റ് പറഞ്ഞാൽ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ? അപ്പൊ അവരൊക്കെ ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളൊന്നും എന്തടയ്ക്കണ്ട? GST രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇൻ അഡീഷൻ ടു ഇപ്പോൾ അത് കൂടാണ്ട് എക്സംപ്റ്റഡ് പറയുന്ന ചില ഗവൺമെന്റ് എക്സംപ്റ്റഡ് ആയിട്ട് പറയുന്ന ചില കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അതും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എഴുതി ചേർക്കാം, അല്ലെങ്കിൽ 4 പോയിന്റ്സ് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ 4 പോയിന്റ്സ് ക്ലിയർ ആയോ എല്ലാവർക്കും? GSTയിൽ രജിസ്റ്റർ ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് അതിൻ്റെ പ്രൊസീജിയർ ആണ്. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചിലപ്പോൾ മേ ബി ചോദിക്കാം. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ നമ്മൾ എങ്ങനെയാണ് GST രജിസ്ട്രേഷൻ ചെയ്യാം നോക്കാം. എവറി പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 ഓർ സെക്ഷൻ 24 അല്ലേ? 22ലും 24ലാണല്ലോ പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ. അപ്പോൾ 22 പ്രകാരമോ 24 പ്രകാരമോ GSTയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലയബിളായ ആള് apply for registration in every such state or union territory in which he is so liable within 30 days from the date on which he becomes liable to registration in such a manner to such conditions as may be prescribed. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ടേൺ ഓവർ 40 ലക്ഷം രൂപയിൽ കൂടുതൽ വന്നു. ഗുഡ്സാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗുഡ്സിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്ര ലക്ഷത്തിന് മുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം? പറയേ. 40 ലക്ഷം ശരിയല്ലേ?
ഗുഡ്സിന്റെ കേസ് ആണെങ്കിൽ അതർ സ്റ്റേറ്റിലല്ലേ നമ്മൾ പെടാ. 10 ലക്ഷം മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. 20 ലക്ഷം അരുണാചൽ പ്രദേശ്, മേഘാലയ, പുതുച്ചേരി, സിക്കിം, തെലങ്കാന, ഉത്തരാഖണ്ഡ്. ബാക്കിയൊക്കെ സ്റ്റേറ്റുകൾ 40 ലക്ഷം. അപ്പൊ കേരളം 40 ലക്ഷത്തിലല്ലേ പെടാ അല്ലേ? അപ്പൊ ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇന്ന് എൻ്റെ ടേൺ ഓവർ ഇന്ന് ഈ ദിവസം എന്തായി? 40 ലക്ഷത്തിൽ കടന്നു. അപ്പൊ ഞാൻ എന്നാണ് GST രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയത്? ഇന്നല്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ഞാൻ എന്നാണ് ലയബിൾ ആകുന്നത്, GST രജിസ്റ്റർ ചെയ്യാൻ എന്നാണോ ഞാൻ ലയബിൾ ആകുന്നത്? വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് ലയബിൾ ടു ബി രജിസ്ട്രേഷൻ ഇൻ സച്ച് എ മാനർ. ക്ലിയർ ആയോ? എന്നാണ് ഞാൻ ലയബിൾ ആവുന്നത് അന്ന് മുതൽ വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ? 30 ഡേയ്സിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അവർ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. ഇനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലോ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇവരൊക്കെ GST രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? ഏത് സെക്ഷൻ പ്രകാരം? ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 25 ആണോ 4 ആണോ? 24. അപ്പോൾ സെക്ഷൻ 24 പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട, കമ്പൽസറി ആയിട്ട് ടാക്സ് അടയ്ക്കേണ്ട ചില ആളുകളുണ്ട്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ. ഇവർക്കൊക്കെ നേരത്തെ അറിയാം അവർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെന്നും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെന്നൊക്കെ ഇവർക്ക് അറിയാലോ അല്ലേ? അറിയില്ലേ നേരത്തെ? അപ്പൊ ഇവരെന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യുന്നതിന് തൊട്ട് 5 days പ്രയർ എങ്കിലും, പ്രയർ എന്ന് പറയുന്ന മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ് നോക്കി. എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഗ്രാൻഡഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. എ പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി മേ ബി ഗ്രാൻഡഡ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഈച്ച് ബിസിനസ് സബ്ജക്ട് ടു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അതായത് ഒരു ആള് എന്താണ് ഒരു ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയിൽ ഒരു സിംഗിൾ രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷെ ചില ആളുകളുണ്ടെന്നറിയോ, ചില ആളുകൾക്ക് ചിലപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മുംബൈയിലൊക്കെ ചിലപ്പോൾ ബിസിനസ് ഉണ്ടാവും. അപ്പോൾ പല സ്റ്റേറ്റുകളിലായിട്ടാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ അയാൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഈച്ച് ബിസിനസ്. എന്തായതിനർത്ഥം? ഓരോ സ്റ്റേറ്റിലും പോയിട്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന്. ഒരൊറ്റ രജിസ്ട്രേഷൻ എടുത്താൽ പോരാന്ന്. മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടോ. അത്ര ഈസി ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. എന്താണ്? ഒരേ ബിസിനസ് തന്നെയാണെങ്കിലും ചെയ്യണോ? അതായത് ആ രജിസ്ട്രേഷൻ നമുക്ക് നടക്കണം. കാരണം അവിടുത്തെ ടേൺ ഓവർ നമുക്ക് അറിയില്ല പർട്ടിക്കുലർ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണത് കേട്ടോ. സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ചെങ്കിലും നമ്മൾ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് അവിടെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ടാവുക കേട്ടോ. പെർസെന്റേജ് സെയിം തന്നെയേ വരുള്ളൂ. രജിസ്ട്രേഷൻ അറിയാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ കേട്ടോ. അതായിരിക്കുള്ളൂ അതന്നെ. നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് പോയിന്റ്. എ പേഴ്സൺ തോ നോട്ട് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or 24 may get himself registered voluntarily and all the provisions of the act shall be applicable for that person. എന്താ അതിൻ്റെ അർത്ഥം? ചില ആൾക്കാർ സെക്ഷൻ 22 പ്രകാരമോ 24 പ്രകാരമോ GST അടയ്ക്കാൻ ലയബിൾ അല്ല. GST അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? വളണ്ടറി രജിസ്ട്രേഷൻ ചെയ്യാം. അവർ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ എനിക്ക് GST രജിസ്റ്റർ ചെയ്യണം. എനിക്ക് ടേൺ ഓവർ ഒന്നും ഇല്ല, എനിക്ക് 5 ലക്ഷമൊക്കെ ഉള്ളൂ, പക്ഷെ ഞാൻ എന്തായാലും GST രജിസ്റ്റർ ചെയ്യും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അതെന്തിനാ അവരങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? അങ്ങനത്തെ ആളുകൾ എന്താ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ടാക്സ് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്കത് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് GST രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ചില ബെനിഫിറ്റുകളുണ്ട് GST രജിസ്റ്റർ ചെയ്യുക. ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്യുന്നത്. കത്തിയാ? പറ്റും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതന്നെ ITC.
മനസ്സിലായി. അപ്പോൾ ആ ബെനഫിറ്റും GST രജിസ്റ്റർ ചെയ്ത ഒരുപാട് ബെനഫിറ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ആ ബെനഫിറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്യണത്. കത്തിയോ? അതന്നെ, അത് കിട്ടാനും പിന്നെ GST രജിസ്റ്റർ ചെയ്താൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ ചില ബെനഫിറ്റുകളും ചില ക്ലെയിംസ് ഒക്കെ കിട്ടുവേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. യെസ്. 5ാമത്തെ പോയിന്റ്, എ പേഴ്സൺ ഹാവിങ് എ യൂണിറ്റ് ഇൻ എ സെസ് എന്ന് പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലേ. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എറണാകുളത്ത് ഒരു സ്ഥലമുണ്ട് അല്ലേ, അതായത് ടാക്സ് റേറ്റ് ഒന്നും ഇല്ലാത്ത ചില അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പോൾ അവിടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ പഠിക്കേണ്ടത് കേട്ടോ. പ്രൊസീജിയർ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ അറിയോ? ക്യാൻസലേഷനാണ്. എന്താണ് പഠിക്കേണ്ടത്? ക്യാൻസലേഷൻ പഠിക്കുക. രജിസ്ട്രേഷൻ അഡ്വാൻറ്റേജ് UIN അത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാൻ. അപ്പോൾ ക്യാൻസലേഷൻ പറഞ്ഞോട്ടെ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അഥവാ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയും. സെക്ഷൻ 29 അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ് ദ രജിസ്ട്രേഷൻ ക്യാൻ ബി ക്യാൻസൽ. താഴെ പറയുന്ന സിറ്റുവേഷനിൽ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? പ്രോപ്പർ ഓഫീസർ വഴി അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. ഒന്നാമത്തത്, ദ ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ചില ആളുകളുണ്ടല്ലോ, ചില ആളുകൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ബിസിനസ്സുമായിട്ടൊക്കെ കൂടിച്ചേരുമ്പോൾ അവർക്ക് ആ ബിസിനസ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അപ്പം എന്ത് ചെയ്യേണ്ടി വരും? അവർ GST ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആവും. പിന്നെ GST അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ക്യാൻസലേഷൻ്റെ ഒരു കോസ് അല്ലേ ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ആവാം. ക്ലിയർ? മനസ്സിലായി? അല്ല, അത് വേറെ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ, ആ സെയിം രജിസ്ട്രേഷനിൽ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ഒരാള് ഒരു ഫാദറിന്റെ മകന് ഇട്ടാണെങ്കിൽ മകന് വേറെ എടുക്കണം. കാരണം എന്താ, GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ദ പാൻ കാർഡ് നമ്പർ വെച്ചിട്ടല്ലേ ചെയ്യണേ. അച്ഛൻ്റെ പാൻ കാർഡ് വെച്ച് മകന് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബിസിനസ് ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ആവുകയോ അല്ലെങ്കിൽ പ്രൊപ്പറൈറ്ററിൻ്റെ മരണം മൂലമോ അമാൽഗമേഷൻ മൂലമൊക്കെ അങ്ങനെ സംഭവിച്ചാൽ അത് ക്യാൻസലേഷന് കാരണമാകും. 2, ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭരണഘടനയിൽ മാറ്റം വരില്ലേ, അപ്പോൾ പുതിയൊരാൾ വന്ന് വരികയോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സിൽ ചേഞ്ചസ് ഒക്കെ വന്നാൽ അപ്പോഴും പഴയ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. 3, ദ ടാക്സബിൾ പേഴ്സൺ ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. അതായത് എനിക്ക് ടേൺ ഓവർ കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിന് മേളിലുണ്ടായിരുന്നു, ഈ വർഷം ഭയങ്കര ബിസിനസ് ഡള്ളാണ്. അപ്പോൾ എനിക്ക് ടേൺ ഓവറൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാനിപ്പോൾ GST രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണോ? കഴിഞ്ഞ വർഷം എനിക്ക് ടേൺ ഓവർ 10 ലക്ഷത്തിന് മേളിൽ 20 ലക്ഷത്തിന് മേളിലൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയുന്ന ടേൺ ഓവറിന് മേളിലുള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം GST രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് ഡള്ളാണ് ബിസിനസ്. അപ്പം ഞാനിപ്പോൾ GST രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണോ? വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വർഷം വേണ്ടല്ലോ. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ടാക്സബിൾ പേഴ്സൺ ഈസ് നോട്ട് ലോങ്ങർ ലയബിൾ. കണ്ടോ, സെക്ഷൻ 22 പ്രകാരമോ 24 പ്രകാരമോ അയാൾ ഇതല്ല ടാക്സബിളിൽ ഇങ്ങനെ ലോങ്ങർ ആയിട്ട് അത് ലയബിൾ അല്ല. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എത്തിയോ? അതുപോലെ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ഫ്രോഡൊക്കെ കാണിച്ച് രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരുണ്ട്, അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യും. ക്ലിയർ? സെറ്റല്ലേ? അപ്പോൾ എല്ലാവർക്കും രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷൻ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് പറഞ്ഞേ. അത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആണല്ലേ. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ നടത്തുന്ന എല്ലാ ബിസിനസ്സും നിയമപരമാണ്, അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ശരിയല്ലേ? 2, ഹി ക്യാൻ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ITC ക്ലെയിം ചെയ്യാം. അതായത് വാങ്ങുമ്പോൾ നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ നമ്മൾ അടച്ച ടാക്സ് നമുക്ക് റീഫണ്ട് ചെയ്തൂടെ? അതൊക്കെ നമ്മൾ GSTയിൽ നമ്മൾ ഇത് ചെയ്യണം, ഫയലിംഗ് ചെയ്യണം. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ പോലെ തന്നെ വാങ്ങിയപ്പോൾ അടച്ച ബില്ലൊക്കെ ഫയൽ ചെയ്താലാണ് ഇയർ എൻഡിങ്ങിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഇല്ലേ, അത് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട, നമുക്ക് ചിലവായ ടാക്സ് എടുത്തിട്ട് ബാക്കി അടച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് GST രജിസ്ട്രേഷൻ ചെയ്താൽ. മനസ്സിലായോ? അതന്നെ. 3, ഹീസ് ലീഗലി ഓതറൈസ്ഡ്. അയാൾ ഓതറൈസ്ഡ് ഡീലർ ആയിരിക്കും. കളക്ട് ടാക്സസ് ഫ്രം ഹിസ് പർച്ചേസ്. കണ്ടോ,
പർച്ചേസിൽ നിന്നും അല്ലെങ്കിൽ വേറെ കസ്റ്റമർ വാങ്ങുന്നതിൽ നിന്നും ലീഗലി നമുക്ക് നിയമപരമായിട്ട് അത് ഓത്തറൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹീസ് എലിജിബിൾ ടു അവൈൽ വേരിയസ് അതർ ബെനിഫിറ്റ്. കേട്ടോ, GST നിയമപ്രകാരമുള്ള കുറേയധികം ബെനിഫിറ്റിന് ഇയാൾ എന്താവും, എലിജിബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു 3-4 പോയിന്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ച് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട് ഇതിനകത്ത്. അഡ്വാൻറ്റേജ് അയച്ചിട്ടുണ്ട്. UIN അർത്ഥം എന്താ? യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. UIN ഫുൾ ഫോം എന്താണ്? എന്താ നമുക്ക് നോക്കാം. As per section 25 subsection 9 and 10, any specialized agency of the UNO or any multilateral financial institution and organization as notified under the United Nations Act 1947, consulate or embassy of foreign countries and any other person notified by the commissioner is required to obtain a UIN from GSTN portal. This UIN is required for claiming refund of taxes on notified supplies of goods or services. അതായത് UIN എന്ന് പറഞ്ഞാൽ നമ്മൾ GSTN പോർട്ടൽ വല്ല GST രജിസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു കമ്മീഷണറും അതൊക്കെ അനുസരിച്ച് നമുക്കൊരു നമ്പർ തരും. എന്ത് തരും? ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ തന്നെ. യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു നമ്പർ നമുക്ക് തരും. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ റീഫണ്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക. മനസ്സിലായോ? അവർ പറയുന്ന ആ നോട്ടിഫൈഡ് ഗുഡ്സ് ഓർ സർവീസുകളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്താൽ ഈ UIN നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റീഫണ്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ GST രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ തരും. അത് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ആയിരിക്കും. 6 ഡിജിറ്റ് ഒക്കെ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റീഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് UIN എന്ന് പറയുക. എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയും പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ?